പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ഉള്ളൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന 5 ടിപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ഗുണമുള്ളതാണ്. ഈ 5 ടിപ്സും വളരെയധികം ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് നമ്മൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു കപ്പ് വെള്ളമൊക്കെ കുടിക്കുക, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ദാഹം തീരുന്നതിന് വേണ്ടി കുടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം കുടിക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുക. നമുക്ക് ദാഹിക്കുമ്പോൾ പോയി വെള്ളം കുടിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അത്രയും നമ്മുടെ ശരീരം വെള്ളത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ദാഹം തോന്നുന്നത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് വെള്ളം കുടിക്കുക. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. കാരണം വെള്ളം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മുടിയുടെ വളർച്ച വളരെയധികം മന്ദഗതിയിലാവുകയും മുടി കൊഴിച്ചിലുണ്ടാവുകയും അതുപോലെ തന്നെ തലയിൽ താരൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാനായിട്ട് വളരെയധികം കാരണം പൊട്ടിപ്പോകുന്നതിന് ഒക്കെ വളരെയധികം കാരണമാകും. രാവിലെ തന്നെ 1 ഗ്ലാസ് ഉലുവ വെള്ളമോ എള്ളിട്ട വെള്ളമോ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് രാത്രി തന്നെ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു സ്പൂണോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 സ്പൂൺ ഉലുവ വെള്ളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കും. പിറ്റേന്ന് രാവിലെ അതൊന്ന് നന്നായിട്ടൊന്ന് ഞെവിടിയതിന് ശേഷം ആ വെള്ളം അങ്ങ് കുടിക്കും. പിന്നെ ഈ ഉലുവ കൂടി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പക്ഷേ എനിക്ക് ആ ഉലുവ കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് കഴിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ ഉലുവ കഴിക്കത്തില്ല. ആ ഉലുവ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എള്ളും ഇതുപോലെ തന്നെ തലേന്ന് രാത്രി തന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ടിരിക്കാവൂ. കഴിയതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഞെവിടിയ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എള്ളും കഴിക്കാവുന്നതാണ്. ആ എള്ള് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ മറ്റ് ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ ഉലുവ കഴിക്കുമ്പോൾ ചെറിയൊരു കയർപ്പുണ്ടായതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊന്നും ഉലുവ അങ്ങനെ കുതിർത്ത ഉലുവ അങ്ങനെ കഴിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴിക്കേണ്ട, ഇല്ലാത്തവർക്ക് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ആര്യവേപ്പിന്റെ ഇല, അതുപോലെ തന്നെ ഒരു പിടി ആര്യവേപ്പിന്റെ ഇല, ഒരു പിടി തുളസി ഇല, ഒരു പിടി പനിക്കൂർക്ക ഇല, ഇത് ഇത്രയും കൂടി എടുത്തതിന് ശേഷം 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചത് 1 ഗ്ലാസ് ആക്കിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക്, അത് ആറുമ്പോൾ ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുക. കുളിയെല്ലാം കഴിഞ്ഞ് തോർത്തിയതിന് ശേഷം വന്ന് ഓരോ വകുപ്പായിട്ട് എടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നമുക്ക് അത് തലയോട്ടിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് തലയോട്ടിയിൽ മാത്രം ചെയ്താൽ മതി. തലയോട്ടിയിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ കെട്ടിവെക്കാവൂ. ഒരു കാരണവശാലും നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെക്കുന്നതിനോ ഒന്നും ഉണങ്ങുന്നതിന് മുമ്പിട്ട് നമ്മൾ കെട്ടിവെക്കുന്നതിന് ശ്രമിക്കരുത്. അതുകൊണ്ട് നമുക്ക് താരൻ ഉണ്ടാവുന്നതിനും മുടി പൊട്ടുന്നതിനും അതുപോലെ തന്നെ മുടിക്കായ ഉണ്ടാവുന്നതിനും ഒക്കെ കാരണമാണ്. കാരണം ഈ മുടിക്കായൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് മുടിക്കായൊക്കെ മാറാനായിട്ട്. പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെല്ലൊക്കെ പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് മുടി ആവി അടിക്കുമ്പോൾ ഈ മുടിക്കായൊക്കെ പോകും. പക്ഷേ ഇപ്പോൾ നെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് മുടി ആ ഭാഗം എത്രയും വെച്ച് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് മുടിക്കായ പോകാനായിട്ട്. പിന്നെ ടിപ്സുകളൊക്കെ ഉണ്ട്, ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് കുറേ മെനക്കെട്ടെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. അത് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് വരാതിരിക്കുന്നതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു കാരണവശാലും നനഞ്ഞ മുടി നമ്മൾ കെട്ടിവെക്കരുത്. ഇത് നല്ലൊരു മാർഗ്ഗമാണ്. ഈ തുളസിയിലെയും ആര്യവേപ്പിന്റെ ഇലയും വളരെയധികം പെട്ടെന്ന് മുടി കിളിർക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ആര്യവേപ്പിന്റെ ഇലയൊക്കെ. പനിക്കൂർക്ക നമ്മൾ ഉപയോഗിക്കുന്നത് നീർക്കെട്ടൊന്നും ഉണ്ടാവുക. കാരണം നമ്മൾ വെള്ളമല്ലേ തലയോട്ടിന് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളമായി നമ്മുടെ തലയിലിരിക്കുമല്ലോ. അപ്പോൾ ഒരു കാരണവശാലും നീർക്കെട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് നീർക്കെട്ടൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ പനിക്കൂർക്ക. അതിനാണ് നമ്മൾ ഈ പനിക്കൂർക്ക ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പനിക്കൂർക്ക കൊണ്ട് തലമുടിക്ക് കറുപ്പുണ്ടാവുന്നതിനാണ് വളരെയധികം സഹായിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് രണ്ടാമത്തെ ടിപ്പാണ്. അത് വളരെയധികം നല്ലതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളയും മഞ്ഞയും ഉപയോഗിക്കാം. പക്ഷേ മഞ്ഞ ഉപയോഗിക്കുമ്പോൾ മുടിക്ക് ഒരു സ്മെല്ല് വരും. അതുകൊണ്ടാണ് നമ്മൾ ആരും മഞ്ഞ ഉപയോഗിക്കാത്തത്. മഞ്ഞ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഇരട്ടി ഗുണമാണ്. കാരണം മഞ്ഞ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ താളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താളിയിൽ കുറച്ച് ഒരു 2-3 തുള്ളി ഏതെങ്കിലും ഷാമ്പു നമ്മൾ ഉപയോഗിക്കുന്ന മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂ കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ മതി. സ്മെല്ലൊന്നും വരത്തില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം പറയുന്നത്. മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഈ എണ്ണ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്കാൽഫിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മുടിയിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. തേച്ചതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ വെള്ളം എടുത്ത് അതിലേക്ക് 2-3 തുള്ളി നാരങ്ങനീരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നാരങ്ങനീര് ചേർക്കുമ്പോൾ മുടി നരയ്ക്കും എന്നുള്ള നരയ്ക്കുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവത്തില്ല. അത് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ നാരങ്ങനീര് മാത്രമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് മുടിക്ക് നര വരുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇത് മുട്ടയുടെ വെള്ളയിൽ ചേർത്ത് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാവത്തില്ല. മാത്രമല്ല നമ്മൾ 2-3 തുള്ളി നാരങ്ങനീര് മാത്രമേ മുടിയിലെല്ലാം നന്നായിട്ട് തേക്കുക. തലയോട്ടിയിലും തലമുടിയിലും എല്ലാം നന്നായിട്ട് തേക്കുക. ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് താളി ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. താളിയിൽ നമുക്ക് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 തുള്ളി ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഷാമ്പൂ നേരിട്ട് തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും. എത്ര മൈൽഡായിട്ടുള്ള ഷാമ്പൂ ആണെങ്കിലും നേരിട്ട് തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ താളി ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ, ചില ആൾക്കാർക്കൊക്കെ താളി ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഷാമ്പൂ നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് 2-3 തുള്ളി ഷാമ്പൂ ഒഴിച്ചതിന് ശേഷം ആ രീതിയിൽ നമുക്ക് തലയിൽ തേച്ച് കഴുകി കളയാവുന്നതാണ്. അതും വളരെ നല്ലൊരു മാർഗ്ഗമാണ്. ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു
ഒരു 4 മാസമൊക്കെ അടുപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി നമുക്ക് നമുക്ക് തന്നെ അറിയാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളൊക്കെ നല്ല രീതിയിൽ വരുന്നതായിട്ട് നമുക്കറിയാം. ബേബി ഹെയർസ് ഒക്കെ ഇഷ്ടംപോലെ വരികയൊക്കെ ചെയ്യും. നല്ലൊരു മാർഗ്ഗമാണ് ഇത്. അടുത്തത് നാലാമത്തെ മാർഗ്ഗമാണ്. നാലാമത്തെ മാർഗ്ഗം ചെറിയ ഉള്ളി, അതായത് നമ്മുടെ നല്ലുള്ളി എന്നൊക്കെ പറയത്തില്ലേ, സവാള അല്ലാതെ മറ്റൊരു ഉള്ളി നമ്മൾ വാങ്ങിക്കത്തില്ല, ആ ഉള്ളി. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10 ഉള്ളി എടുക്കുക, ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 15 ഉള്ളി എടുക്കുക. അതിലേക്ക് ഒരു പിടി തുളസിയില എടുക്കുക, ഒരു പിടി തുളസിയില, 15 ഉള്ളി, ഒരു പിടി തുളസിയില, അതുപോലെ തന്നെ ഒരു പിടി കേശവർദ്ധിനിയുടെ ഇല. കേശവർദ്ധിനി ചെടിയുടെ ഇല വളരെയധികം നല്ലതാണ്, മുടി വളരുന്നതിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് അത്. കേശവർദ്ധിനി ഇലയും ചെടിയുടെ ഇല ഒരു പിടി എടുക്കുക. അതുപോലെ തന്നെ ഒരു കറ്റാർവാഴ ലീഫ് എടുക്കുക. നന്നായിട്ട് അതിന്റെ മഞ്ഞ ലിക്വിഡ് എല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിന്റെ ജെല്ല് മാത്രം എടുത്താലും മതി. അതിന്റെ ആ ലീഫ് മുഴുവനായിട്ട് നമുക്ക് ഇടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. 2 സൈഡിലെ മുള്ളി വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ലീഫ് മുഴുവനായിട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതിൽ ഒരു പിടി പനിക്കൂർക്കയിലയും കൂടി എടുക്കുക. ഇത് ഇത്രയും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ച് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി അരയ്ക്കുന്നതിന് മുന്നേ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ ഒരു തുണിയിൽ അരിപ്പയിൽ അരിച്ചെടുക്കരുത്, തുണിയിൽ അരിച്ചെടുക്കുക. തുണിയിൽ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, സ്ഥിരമായിട്ട് നമ്മൾ ഏത് എണ്ണയാണോ, സാധാ വെളിച്ചെണ്ണയാണ് തേക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ കാച്ചെണ്ണയാണ് തേക്കുന്നതെങ്കിൽ കാച്ചെണ്ണ, ഇത് നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിലൊരു 1/4 സ്പൂൺ കൂടി ഈ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നമുക്ക് തലയിലെല്ലാം സ്കാൽഫിലും അതുപോലെ തന്നെ മുടിയിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കെട്ടിവെക്കുക. കെട്ടിവെച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് താളി ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഇതിലും നമുക്ക് താളിയിലേക്ക് ഷാമ്പു വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് അതായത് നമ്മുടെ നെറ്റികറിലൊക്കെ മാറുന്ന ചില ആൾക്കാർക്കൊക്കെ ഇല്ലേ, നെറ്റികറിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നെറ്റികറിലുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് കുറവുണ്ട്. ഇവിടെ എല്ലാം നല്ല ബേബി ഹെയർസ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബേബി ഹെയർസ് ഇവിടെ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ചെറിയ ബേബി ഹെയർസ് വരെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്തിട്ടാണ്, ഇത് ഞാൻ ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. വളരെയധികം ഗുണം കിട്ടും. ഇത് ഏകദേശം ഒരു 1-1.5 മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏത് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാനേ പറ്റത്തില്ല. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. പക്ഷേ മുടിയെല്ലാം വളർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 3 മാസമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഏത് പാക്ക് ആണെങ്കിലും നമ്മളൊരു 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടൂ. തുടർച്ചയായിട്ട് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കുക എന്നല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കേണ്ടതുണ്ട്, ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാവുന്നതുണ്ട്. അപ്പോൾ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഉപയോഗിക്കാവുന്ന പാക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണെന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില, കറിക്ക് ഉപയോഗിക്കുന്ന കറിവേപ്പില, അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പുറമെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും എണ്ണ കാച്ചി തേക്കുന്നതും എല്ലാം മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മൾ കറിയിലൊക്കെ ഇടുന്ന കറിവേപ്പില തന്നെ നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. അങ്ങനെ കളയാതെ നമ്മൾ കഴിക്കുന്നതും മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ കറിവേപ്പിലയും നെല്ലിക്കയും കൂടി നന്നായിട്ട് അരച്ച് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് മുടി വളരുന്നതിന്. അപ്പോൾ ഈ 5ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില ഒരു പിടിക്ക് വേണ്ടിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ കയ്യൂന്നിയില നമ്മൾ എണ്ണ കാച്ചുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മുടി വളരുന്നതിന്. ഈ കയ്യൂന്നിയില ഒരു പിടിക്ക് വേണ്ടിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ പേരയുടെ ഇല എടുക്കുന്ന സമയത്ത് തളിരില എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മുറ്റ ഇലയേക്കായും ഗുണമുള്ളതും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും തളിരിലയാണ്. തളിരില ഒരു 6-7 എണ്ണം തളിരില എടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കേശവർദ്ധിനി ഇലയാണ്. കേശവർദ്ധിനി ഇലയും ഒരു പിടിക്ക് വേണ്ടിയിട്ട് എടുക്കുക. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുക. 1 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തതിന് ശേഷം ആറുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോട്ടിലിൽ ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ടിപ്പ് നമുക്ക് എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. തലയെല്ലാം നനച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക. വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ 5 ടിപ്പും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. കാരണം 5 പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോന്നാണ് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏതാണ് നല്ലതെന്ന് നോക്കിയതിന് ശേഷം 5-ൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഈ വളരെയധികം പ്രയോജനപ്പെടുന്ന ഈ 5 ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.